പിന്നെ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്ന മൈലേജിന്റെ ചോദിക്കാൻ കാരണം ഇതിന് മുന്നേ നിങ്ങള് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ 200ന്റെ അടുത്ത് കിട്ടി മൈലേജ് എന്ന്. ആ അപ്പൊ അതെന്താണ് സംഭവം? എന്താ അങ്ങനെ വരാൻ കാരണം? അത് ഞാൻ പിന്നെ അപ്പൊ നമ്മളോട് ഈ വണ്ടിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറയുന്നത് സാദിഖാണ്. സാദിഖ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പൊ സാദിഖ, ഈ നിങ്ങൾ എവിടെ വണ്ടി ഓടുന്നത്? നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. വണ്ടി ഇപ്പൊ നിലവിൽ തന്നെ ഓടുന്നത് ഇവിടെ പള്ളിക്ക ബസാറാണ്. പള്ളിക്ക് ബസാറല്ലേ? സ്റ്റാൻഡിൽ അങ്ങനെ വല്ല ഇടല്ല. സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടോ? സ്റ്റാൻഡ് ഇടലുണ്ട്. അവിടെ ആരും എന്തിനും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല ആരും. അപ്പൊ ചിലപ്പോ എല്ലാരും കൂടി ഒരു ഐക്യത്തിൽ പോകുന്ന ഒരു ഏരിയ ആണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ആരെങ്കിലും ഒക്കെ വന്ന് ഈച്ചോട്ടെ എന്നുള്ളൊരു നിലപാടുള്ളൊരു ഏരിയ ആണ്, ആളുകളാണ്. പിന്നെ നിങ്ങള് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്രയായി? എടുത്തിട്ട് ഇപ്പൊ ഒരു 5 മാസമായി. 5 മാസമായി അല്ലേ? 5 മാസമായി. അപ്പൊ അന്ന് വണ്ടി എടുക്കുമ്പോ എത്രയായിരുന്നു റേറ്റ്? അന്ന് 3,23,600 റുപ്യ അങ്ങനെ എന്താണ് അല്ലേ? ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് കൂടി വില കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയാ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് എത്ര കിലോമീറ്റർ ഓടി? ഒന്ന് ക്ലസ്റ്ററിൽ ചാവി ഓണാണോ? ഇവിടെ ആണല്ലേ നമ്മൾ ചാവി ഓണ്. ഓക്കെ, 10,846 അല്ലേ? ഇത് ടൈം നിങ്ങൾക്ക് റിയൽ തന്നെ അല്ലേ വരുന്നത്? 10:40. ഇതിപ്പോ നിങ്ങൾ ഓടിയത് അല്ലേ? 34.3. ഇനി 42% ഉണ്ട്. അതായത് ഇത് ട്രിപ്പ് ആണ് അല്ലേ? ട്രിപ്പ് ഞാൻ പോന്നെ ഇപ്പൊ വന്നതിന്റെ കണക്കാണ്. പിന്നെ ഇനി 42%. അപ്പൊ ഇതിന് മുന്നേ നിങ്ങള് വേറെ ട്രിപ്പ് ഓടിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന് 100% ആയതിനു ശേഷം ഓടിയ ഓട്ടം മാത്രമാണത്? അല്ല, ഞാൻ 50% പെടുത്തത്. 50%. അപ്പൊ ഒരു 100,000 എല്ലാ വണ്ടി ഓടിച്ചല്ലേ അല്ലേ? 100,000 എല്ലാ വണ്ടി ഓടിച്ചല്ലേ? അപ്പൊ 50 ആയിരിക്കില്ല, ചിലപ്പോ 50ന്റെ മുകളിൽ ഉണ്ടാവും. നിങ്ങള് പെട്ടെന്ന് ശ്രദ്ധയിൽ വരാത്തായിരിക്കും. ഇപ്പൊ 42 ആയിട്ടുണ്ട്. അപ്പൊ ഒരു 59 അങ്ങനെ എന്തൊക്കെ ആയിരിക്കും മിക്കവാറും. ശരി. അപ്പൊ ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വണ്ടിക്ക് എത്ര മൈലേജ് വരുന്നുണ്ട്? മൈലേജ് ഇപ്പൊ നമുക്ക് നിങ്ങള് സാധാരണ ആളുകളൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോ ആളുകളൊക്കെ വെച്ച് പോകുന്നുണ്ടെങ്കിൽ നല്ല നമ്മളവിടെ തന്നെ അധികം കയറ്റിറക്കുള്ള റോഡാണ്. കയറ്റും അതേമാതിരി ഇറക്കമൊക്കെയുള്ള റോഡാണ്. അവിടെ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? അവിടെ നമുക്കൊരു 140-150 കിട്ടും. റേഞ്ചിലല്ലേ? അതായത് മലപ്പുറം ഭാഗത്തും ആയതുകൊണ്ട് കുറച്ചുകൂടി കയറ്റങ്ങളൊക്കെ നല്ലോണം, റോഡും കുറച്ച് മോശങ്ങളുള്ള ഏരിയ ഉണ്ട്. റോഡ് മോശം, അതാണ്, അതുകൊണ്ടാണ്. ഞാൻ 150 അങ്ങനെ കിട്ടും. 150 എന്തായാലും കിട്ടുന്നുണ്ട്. 150. ഓക്കെ. പിന്നെ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്ന മൈലേജിന്റെ ചോദിക്കാൻ കാരണം ഇതിന് മുന്നേ നിങ്ങള് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ 200ന്റെ അടുത്ത് കിട്ടി മൈലേജ് എന്ന്. അപ്പൊ അതെന്താണ് സംഭവം? എന്താ അങ്ങനെ വരാൻ കാരണം? അത് ഞാൻ പിന്നെ നമ്മളെ ഇപ്പൊ പുതിയ അയവ് വന്നുള്ള കാക്കഞ്ചേരിന്ന് ഞാൻ പിന്നെ ഇതിന് സർവീസിന് പോകണ്ടേ കോഴിക്കോട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ, വേറെ ആരും ഇല്ല. ഞാൻ എക്കോ മോഡിൽ ഇട്ടിട്ട് പോയതേനി. അപ്പൊ എനിക്ക് ഒരു 190-200 ആ റേഞ്ചിൽ, അതായത് നിങ്ങൾ മാത്രം ഒരേ റോഡിന് ഒരു കയറ്റും ഇറക്കും വളവും തീരുവൊന്നുമില്ലാത്ത മാതിരി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോ 200ഓളം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ബൈക്കിന്റെ കാര്യമൊക്കെ വെച്ച് ബൈക്കിൽ പോകുന്ന മാതിരി പോയിട്ടുണ്ടോ? വലിയ സ്പീഡൊന്നും ഇല്ലാതെ അവകാശം ഇങ്ങനെ പോയിട്ട്. മാത്രം. ഓക്കെ. അപ്പൊ കമ്പനി പറഞ്ഞതിലും കൂടുതൽ ആളില്ലാതെ നിങ്ങൾക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എവിടുന്ന കമ്പനി? കോഴിക്കോട് നിന്നല്ലേ? പ്രിൻസ് എന്നാണോ വണ്ടി എടുത്തത്? ഞാൻ ഇവിടുന്ന് ചേവരമ്പലം പ്രിൻസ് അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സർവീസ് ഒക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ റെഡിയാക്കി തരും. എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടോ ഈ 10,000 കിലോമീറ്ററിൽ? ഇല്ല, ഒരു ഇതുമില്ല. നമ്മളെ കമ്പനിക്ക് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ, അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞ് പോരാ. പിന്നെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒക്കെ അപ്പൊ തന്നെ ഒരു കമ്പനി ആള് വന്ന് എന്ത് റെഡിയാക്കി തരും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? കൂട്ടായ്മ ഉണ്ട്. അപ്പോ അതിലിങ്ങനെ പരാതികളായിട്ട് എന്തെങ്കിലും വന്ന് നിലവിലുണ്ടോ? പരാതി നമ്മള് ഈ സ്റ്റെപ്പിന്റെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. വണ്ടിന്റെ ഹൈറ്റ് ഉണ്ട് എന്നുള്ളത്, പാസഞ്ചർക്ക് കയറാന് പ്രായമുള്ള ആൾക്കാരൊക്കെ കേറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അതൊരു കണക്കിന് നല്ലതുമാണ്. അതേമാതിരി നിങ്ങൾ പറയുന്ന മാതിരി വയസ്സായവര് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പ്രായമുള്ളവർക്ക്. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. അതായത് കാല് പൊന്തി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാലുവേദന ഉള്ള ആൾക്കാർ, മുട്ടുവേദനയുള്ളവർക്കൊക്കെ പൊന്തി കിട്ടാൻ കുറച്ച് പണിയാ. അപ്പൊ ഒരു കമ്പനി തന്നെ അത് സ്റ്റെപ്പ്
എന്തെങ്കിലും ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഒരു കുഴിമാതിരി ആക്കി തരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇതിന് പൈസ തരേണ്ട ആവശ്യം വരുന്നില്ല. നല്ലൊരു ചില ആളുകളൊക്കെ ഒരു പുറത്തോട്ട് ഒരു അഡീഷണൽ ഇവിടെ വെച്ച മാതിരിയാണ് കാണുന്നത് അല്ലേ? ഇവിടെ ഇത്ര ഹൈറ്റിന്റെ പ്രശ്നമാണ്. അതായത് നമ്മൾ 12 ഇഞ്ച് വീലിന്റെ ഇത് വരുമ്പോ അതിന്റേതായ ഹൈറ്റ് വരുന്നതാണ്. ഹൈറ്റിന്റെ പ്രശ്നമാണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ പ്രായമുള്ളവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. പിന്നെ കുലുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും യാത്രക്കാർ പറയാറുണ്ടോ? കുലുക്കായിട്ട് അങ്ങനൊന്നും പറയില്ല. നിലവില് കുലുക്കത്തിലൊന്നും 3-4 ആളൊക്കെ കേറിയാല് പിന്നെ ഒരു കുലുക്കൂല, നേരെ പോവാം. റോഡാണെങ്കിൽ നമ്മള് കാറ് പോണ മാതിരി ഒന്നും അറിയുന്നില്ല. അപ്പൊ ഒരാളൊക്കെ ആണെങ്കിൽ ചെറിയൊരു കുലുക്കം ഫീൽ ചെയ്യുന്നത്. അത് നമ്മള് മോശം റോഡാണെങ്കിലേ ഉള്ളൂ. മോശം റോഡാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരാളായാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഇതിൽ തന്നെ പോകും. നല്ല ഇതിൽ തന്നെ പോകും. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ 10,000 ഓടിയുള്ള ടയറാണല്ലോ അല്ലേ? വല്ലാതെ തേയ്മാനൊന്നും വന്നിട്ടില്ല. ഇല്ല, ടയറൊക്കെ അല്ല. ഓക്കെ. ഇതിന് ഫ്രണ്ടിലൊക്കെ ഏകദേശം ഒരേ മാതിരി തന്നെയാണല്ലോ ചെയ്യുന്നത് അല്ലേ? ഒരേപോലെ തന്നെയാണ്. ഓക്കെ. പിന്നെ വണ്ടിന്റെ കയറ്റം കയറല് കാര്യങ്ങളൊക്കെ കയറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറും. അടിപൊളിയായിട്ട്. നമുക്കിപ്പോ ഒരു 4 ആളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സിറ്റി മോഡ് തന്നെ പോയാൽ മതി. 3 മോഡുണ്ട്. അതിൽ നമുക്കൊരു സിറ്റി മോഡ് പോയാൽ തന്നെ ഏത് കയറ്റും. ഇപ്പൊ ഒരു വിധം കേറില്ലാന്നുണ്ടെങ്കിൽ മാത്രം പവർ മോഡ് ഉപയോഗിച്ചാൽ മതിയല്ലേ? പവർ മോഡ് ഉപയോഗിച്ചാൽ പിന്നെ എത്ര ആളും വെച്ചും ആള് പോകും. പ്രശ്നമില്ല. പിന്നെ നിങ്ങളെ ചാർജിങ് ടൈം കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? ടൈം നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് 80% ആവുന്നുണ്ടാവും അല്ലേ? 3 മണിക്കൂർ കൊണ്ട് തന്നെ ഫുള്ള് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങള് ശരിക്കും ഫുള്ള് തീരാൻ നിക്കലുണ്ടാവൂല. അല്ലാതെ തീരാൻ നിക്കല്ല. അപ്പൊ നിങ്ങളെ കാൽക്കുലേഷനിലുള്ള ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നുണ്ട്. ഓക്കെ. പിന്നെ വണ്ടിയായിട്ട് നിങ്ങൾ ലോങ് എവിടെയൊക്കെ പോയിരുന്നോ? ദൂരത്തേക്കായിട്ട് ഏതുവരെയാണ് ഒറ്റ ചാർജിൽ പോയത്? ലോങ്ങിലേക്ക് ഇപ്പൊ ഇവിടെ മലപ്പുറം പോയിന്. മലപ്പുറം അല്ലേ? മലപ്പുറം അത് വലിയ ദൂരം ഇല്ലല്ലോ അല്ലേ? ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? 30 കിലോമീറ്റർ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഒരു ചാർജിൽ പോയിരുന്നോ? കൂടുതൽ പിന്നെ വല്ലാതെ പോയില്ല. കോഴിക്കോട് നമ്മളെ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ ലോക്കലൊക്കെ. പിന്നെ വണ്ടി യാത്ര ചെയ്തവര് പിന്നെ വിളിക്കലുണ്ടോ? എന്താ അവസ്ഥ? യാത്ര ചെയ്താലും വിളിക്കലുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല ഇതാണല്ലോ അല്ലെ? ഒരാള് കേറി കിട്ടിയാൽ മതി. എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ പിന്നെ വിളിക്കും. വിളിച്ചോളൂ. യാത്രന്റെ സുഖം കൊണ്ടാണ്. ഓലെന്നെ പറയും ഇങ്ങനെ കാറ് പോണ മാതിരിയാണ്. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട് എന്നൊക്കെ. പിന്നെ നിങ്ങള് ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് ആദ്യമായിട്ടാ വരുന്നത്? ഞാൻ ഫസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? ഇതിനു മുമ്പ് ഞാൻ മറ്റേ ഈ ഇന്റർലോക്കിന്റെ പണിയാണ്. കട്ട വിരിക്കുന്നൊക്കെ ആ പണിയാണ്. അപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ പണി ആയിരുന്നു അല്ലേ? പണി ദിവസം സ്റ്റക്ക് ആയപ്പോ നല്ല ഓട്ടോറിക്ഷയിലേക്ക് ഒന്ന് ചാടിയാ. പിന്നെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ സോളാറോ അങ്ങനെ കാര്യങ്ങൾ എന്തുണ്ടോ? ഞാൻ കറണ്ടിനാ ചെയ്യുന്നത്. കറണ്ട് ബില്ല് എത്ര വരലുണ്ട്? ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എത്ര വരുന്നത്? എടുത്തതിന് ശേഷം എത്ര വരുന്നുണ്ട്? എടുക്കുന്നതിന്റെ മുന്നേ നമുക്കൊരു 800-500 ഒക്കെ വരല്. സാധാരണ ഒരു വീടാണ്. പിന്നെ എനിക്ക് ഒരു ഫസ്റ്റില് 2 മാസത്തെ ബില്ല് വന്നത് അത് നമ്മളെ മീറ്റർ ചെറിയ കേടുണ്ടേനി, കംപ്ലൈന്റ്. അതിൽ മീറ്റർ ഓവറായിട്ട് ചാടി പോയാലേ. അപ്പൊ അതില് കുറച്ച് ജാസ്തി ബില്ല് വന്നു. 7,500 വന്നിരുന്നു. പിന്നെ ഞാൻ KCB പോയി പറഞ്ഞ പോലെ മീറ്ററൊക്കെ മാറ്റി വെച്ച് പിറ്റത്തെ 2 മാസം കഴിഞ്ഞാൽ വന്നത് പിന്നെ 1,750 വന്നിട്ടുള്ളൂ. 1,750 അല്ലേ? ഞാൻ വല്ലാതെ ഓടിയിട്ടില്ല. മറ്റേല് പൈസ കൂടുതലായപ്പോ ഒന്ന് കൺട്രോൾ ചെയ്തിനി. പുറത്തുനിന്നൊക്കെ ചാർജ് ചെയ്തിട്ട് പുറത്ത് KCBന്റെ ചാർജ് ബോർഡിന്നൊക്കെ ആവുന്നുള്ള, അതായത് നമ്മളെ 500 യൂണിറ്റിൽ കൂടാതിരിക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് നിങ്ങൾ കുറച്ചൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അപ്പൊ ചെറിയ പൈസ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്ത ബില്ല് വന്നാലാണ് ശരിക്കും കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 2 ബില്ല് കേടും ഒന്ന് മാറ്റിയിട്ടു 6 മാസമായിട്ടുള്ളല്ലോ. അപ്പൊ ഇനി ഒന്നുകൂടി വന്നു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പൊ നിങ്ങള് വണ്ടിയിൽ ഓൾറെഡി ഹാപ്പിയാണ് അല്ലെ? സർവീസിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് വണ്ടീന്റെ നെഗറ്റീവ് ആയിട്ട് പറയാനാണെങ്കിൽ നിലവിൽ നിങ്ങൾ ഹൈറ്റിന്റെ പറഞ്ഞു, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒരു കമ്പനി ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹൈറ്റിന്റെ തന്നെയാണ്. ഹൈറ്റ് തന്നെയാണ് പ്രശ്നം. ഹൈറ്റ് അല്ല, പക്ഷെ ആ സ്റ്റെപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അവിടെ എന്തെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ചെയ്തു തരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ സ്റ്റെപ്പിന്റെ ഭാഗം നമ്മളെ ബജാജ് മാക്സിമന്റെ ഒക്കെ മാതിരി ഒരു തട്ട് മാതിരി ആയിട്ടാണെങ്കിൽ ഒന്നുകൂടി സൗകര്യമായിരുന്നു ആളുകൾക്ക് കയറാനൊക്കെ. ഓക്കെ. പിന്നെ ലഗേജ് സ്പേസ് ഉണ്ടല്ലോ നമുക്ക് വണ്ടിയുടെ ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് സ്പേസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കാണ്ടാവല്ലോ. ഇതുകൊണ്ട് നമുക്ക് ഉപകാരം പറഞ്ഞാല് പിന്നെ ഈ സാധനം ഇങ്ങനെ ഇവിടെ വരുന്നതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങോട്ട്
വലിയ സാധനങ്ങളൊക്കെ കയറ്റാൻ കഴിയില്ല. ഇതേ ഹൈറ്റിൽ ഇങ്ങനെ വരേണ്ടി. അതായത് ഈ ഡോറ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ കിടക്കുന്നുണ്ട്. ഇത് കിടക്കുക. അപ്പൊ ഒരു സാധനം അങ്ങോട്ട് ഇടാനും എടുക്കാനും അത്യാവശ്യം ഇത് രണ്ടും നമുക്ക് ഊരി വെച്ചിരിക്കാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്പേസ് കാര്യമൊക്കെ ഉണ്ട്. ചെറിയ ആപ്പലൊക്കെ സ്പേസ് ഉണ്ട് സാധനം. പക്ഷെ അപ്പൊ ഈ ഒരു കമ്പിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് ചില സാധനങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനൊക്കെ ഉള്ള ലഗേജ് സ്പേസ് അത് കമ്പനി അടുത്ത സെക്ഷനിൽ റെഡി ആക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ നിലവിൽ ഇതൊക്കെയാണ് കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കാൻ നിൽക്കില്ല. ഒരു കാര്യം കൂടെ പറയണ്ടേ, ഞാന് പിന്നെ എനിക്ക് ഇത് വണ്ടി ഓട്ടാൻ അറിയാതെ ഞാന് ചേവരമ്പലത്ത് പോയിട്ട് എടുത്താണ്. സ്കൂട്ടി ഓട്ടണ ഒരു പരിചയത്തിൽ എടുത്തതാണ്. ഞാൻ നേരെ പോയി വണ്ടി എടുത്ത് അപ്പൊ തന്നെ ലൈസൻസ് മാത്രമേ അത് എനിക്ക് നല്ലത് പുതിയതായിട്ട് ആരും വരുന്നില്ല. വേഗം പഠിക്കാൻ സുഖമാണ്. പഠിക്കാൻ നല്ല ഇതാണല്ലേ, വേഗം പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാല് മുഴുവനായിട്ട് നമ്മൾ ഓടിച്ച് മുതലാക്കണം. അതായത് വണ്ടി വിൽപ്പനയ്ക്ക്, അതായത് റീസെയിൽ വാല്യൂ ഒക്കെ വളരെ കുറവായിരിക്കും വണ്ടിക്ക്. ഈ വണ്ടിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ. സ്വതവേ ഇലക്ട്രിക് വണ്ടികൾക്ക് 2 കൊല്ലം കൂടുമ്പോഴത്തേക്കും റീസെയിൽ വാല്യൂ നല്ല കുറയുന്നുണ്ട്. അപ്പൊ പരമാവധി നമ്മള് ഓടിച്ച് മുതലാക്കുക, എന്നിട്ട് 10 റുപ്യ ഉണ്ടാക്കുക എന്ന് പറയല്ലേ, അതന്നെ പരമാവധി അങ്ങനെ ചെയ്യാം. അപ്പോ സദിക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് കുറെ നന്ദി. അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് സദിക, നമ്മളെ ചാനലിൽ കുറച്ച് ഡ്രൈവർമാർക്ക് നമ്മൾ പുതിയ വണ്ടികൾ റിവ്യൂ ചെയ്യുമ്പോൾ, പുതിയത് അതായത് ആളുകൾക്ക് അറിയാൻ ഏറ്റവും താല്പര്യം പുതിയ മോഡൽ വണ്ടികളാണ്. അപ്പോൾ അതിന് യൂസർ റിവ്യൂ ചെയ്യുമ്പോൾ അവർക്കൊരു ചെറിയൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തരാണ്, നിങ്ങൾക്ക് തരാൻ പറ്റിയ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ 25,000 50,000 കിലോമീറ്ററുകളൊക്കെ ഓടിയിട്ട് അതിന്റെ, അതായത് നിങ്ങൾക്ക് ഓരോ കിലോമീറ്ററുകൾ കൂടുമ്പോൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു പരാതികൾ പറയാനുണ്ടാവുക. അതായത് തുടക്കത്തിലൊക്കെ എന്താ സ്വാഭാവികമായിട്ട് 10,000 20,000 ഏറ്റവും നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ വരുന്ന നിങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബന്ധപ്പെട്ടുണ്ടായില്ല, നമുക്ക് വീഡിയോ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. താങ്ക് യു.